ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാടായിപ്പാറയിലാണ്. ഇത് കണ്ണൂരാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഈ സ്ഥലത്തെ പറ്റി അറിയുന്നവരായിരിക്കും, ഇവിടെ വന്നിട്ടുള്ളവരായിരിക്കും. എന്തായാലും ഒരു സൂപ്പർ അടിപൊളി സ്ഥലമാണ്. എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ രണ്ട് പ്രശസ്തമായ അമ്പലമുണ്ട്, മാടായിക്കാവും ശിവൻ്റെ അമ്പലവും. അപ്പോൾ വടുകുന്ത ശിവക്ഷേത്രം എന്നാണ് പറയുക, പിന്നെ ഒന്ന് മാടായിക്കാവ്. അപ്പോൾ മാടായിക്കാവിലേക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഭക്തർ കർണാടകയിൽ നിന്നും അങ്ങനെ ദൂരത്തു നിന്നൊക്കെ വരുന്ന ഒരുപാട് ഭക്തരുണ്ട്. അപ്പോൾ എന്താണ് ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ അമ്പലം. അപ്പം നമ്മളുടെ നല്ല എൻ്റെ ചെറുപ്പത്തിലൊക്കെ മാടായിക്കാവിൽ ശിവൻ്റെ അമ്പലത്തിൽ രണ്ട് കാവിലും പോയാലും ഇങ്ങനെ നമ്മൾ നടന്നിട്ട് തന്നെയാണ് പോക്ക്. ഒരമ്പലത്തിൽ നിന്ന് മറ്റേ അമ്പലത്തിലേക്ക് അങ്ങനെയാണ് പോക്ക്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ തന്നെയായി. നമ്മളിപ്പോൾ വന്നിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിട്ടില്ല, അത്രയും തിരക്കായിരുന്നു. വണ്ടി ഫുൾ ബ്ലോക്കാണ്, രണ്ട് സൈഡിലും വണ്ടിയായിട്ട് ഒരു വണ്ടിക്കും അങ്ങനെ നീങ്ങിപ്പോകാൻ പറ്റുന്നില്ല. ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഇതാണ്, ഈ കാക്കപ്പൂവാണ്. പത്രങ്ങളിലും കാര്യങ്ങളിലൊക്കെ വരാറുള്ളതാണ് ഈ ഒരു ടൈം ആകുമ്പം. നല്ല ഭംഗി, വയലറ്റ് പൂക്കൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് പാറ മുഴുവൻ. എത്ര ഏക്കർ ഉണ്ട് എന്ന് എനിക്കറിയില്ല. അത്രയും ഏക്കറിൽ ഇങ്ങനെ ഫുള്ള് പാറയാണ്, ഒന്നുമില്ല. അത്രയും രസമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ വന്നാൽ പിന്നെ വൈകുന്നേരം അസ്തമയം ഏറ്റവും സൂപ്പറായിട്ട് കാണാൻ പറ്റുന്ന അസ്തമയമാണ്. പക്ഷേ ഇന്ന് കുറച്ച് മഴക്കാറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര സുഖമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏകദേശം സമയം വൈകി തുടങ്ങി, എന്നാലും ആൾക്കാരൊന്നും പോയി തുടങ്ങിയിട്ടില്ല. പിന്നെ ഭംഗി കൂടിക്കൂടി വരികയാണ്, രാത്രി ആവും തോറും ഭംഗി കൂടിക്കൂടി വരികയാണ്. ആൾക്കാരും അപ്പോഴാന്ന് തോന്നും കൂടിക്കൂടി വരികയാണ്. രാവിലെ ഒന്ന് വന്നാൽ ഇവിടുന്ന് കരിഞ്ഞുണങ്ങിപ്പോവും, വൈകുന്നേരം മാത്രമേ ഇവിടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രി ആവുന്തോറും ഇതാ ആകാശത്തിൻ്റെ നിറമൊക്കെ മാറി ഭയങ്കര ഭംഗിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് സിനിമകളുടെ ചെറുതും വലുതായിട്ടുള്ള ഷൂട്ടിങ്ങും ഇവിടെ നടന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നത് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നിന്ന ഷൂട്ട് ഇവിടെയാണ് ഇത് നടന്നത്. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.